Welcome to Pittapillil Agencies presents Payasarani, powered by Milma and Hawkins, in association with MyG Future, Mediterranean Hospitals and Easter. Rani, Rani, Payasarani. Rani, Rani, Payasarani. അങ്ങനെ ഓണാഘോഷം നമ്മൾ കെങ്കേമമായി പായസ മത്സരത്തോടു കൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പലതരം പായസങ്ങൾ, എത്ര വ്യത്യസ്തമായ പായസമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ മത്സരാർത്ഥികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലിലേക്കാണ് പായസ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പലതരം കോമ്പിനേഷൻസ്, പല ഇന്നൊവേറ്റീവായിട്ടുള്ള വിഭവങ്ങൾ, നല്ല നല്ല ഐഡിയാസ്, അങ്ങനെ എന്താ പറയേണ്ടത്, നമ്മുടെ ഓണം കെങ്കേമമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഞങ്ങളും നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഓണം വന്നു എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓരോ ദിവസവും ഓണത്തിൻ്റെ ദിവസങ്ങളാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പായസറാണി മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ തേർഡ് റൗണ്ടാണ്. തേർഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റൗണ്ടിൻ്റെ തേർഡ് ഗ്രൂപ്പിൻ്റെ റൗണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് ഈസ് പ്രിലിമിനറി റൗണ്ട്സ്. അതിൻ്റെ തന്നെ മൂന്നാമത്തെ ഗ്രൂപ്പ്, 4 മത്സരാർത്ഥികൾ അടങ്ങുന്ന ഗ്രൂപ്പിൻ്റെ മത്സരം. അപ്പോൾ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങളും നിങ്ങൾ കാണുക, ആസ്വദിക്കാം. എന്നോടൊപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണയുമുണ്ട്. അപ്പോൾ കൃഷ്ണയെ സ്വാഗതം ചെയ്യാം. കൃഷ്ണ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇപ്പൊ നമ്മള് 3ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നിൽക്കുകയാണ്. ചേച്ചി മധുരം അങ്ങ് തലക്കി പിടിച്ച് മത്തായിരിക്കും. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന എനിക്ക് അതാണ് സത്യം. ടോട്ടൽ 10 എപ്പിസോഡ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അടിപൊളിയാണല്ലേ? അപാര ടേസ്റ്റ്, ഓരോന്നായിട്ട് ഒന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നില്ല, എല്ലാം ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. അവരെല്ലാം വളരെ തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ, നോ ഡൗട്ട്. ഇതെല്ലാവരും വിളിച്ചാലോ? ഓക്കെ, ലെറ്റ്സ് കോൾ ദം. അപ്പം നിങ്ങൾ 4 പേരും റെഡിയായി സ്മാർട്ടായിട്ട് തയ്യാറെടുപ്പായിട്ട് വന്നിരിക്കുവാണല്ലേ? എന്തെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടോ അവർക്ക്? ഉണ്ടോ? കൺഫ്യൂഷൻ ഇല്ല. ഒന്ന് പറഞ്ഞു കൊടുക്കണോ? ക്വിക്കായിട്ട് എന്താണെന്നറിയാലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പായസം ഉണ്ടാക്കാം, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആണ്. പക്ഷേ ഇന്നൊവേഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് ടേസ്റ്റ് എല്ലാം വേണം, പുതുമ വേണം. അത് നമ്മൾ കഴിക്കാത്തൊരു സാധനമാണെങ്കിൽ നന്നായിരിക്കും. അതിനാണല്ലോ കൂടുതൽ വെയിറ്റേജ് കിട്ടുക. അപ്പോൾ റെഡി ഫോർ ദ ഷോ? Ready. ബാറ്റിൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് ഷിബി, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസം പച്ചപ്പപ്പായ അടയും കൂടെയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പച്ച പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അട കുതിർത്ത് വെച്ചിട്ടുണ്ട്, 2ാം പാല്, 1ാം പാല്, പഞ്ചസാര, ശർക്കര, വറക്കാൻ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉപ്പ്, മിൽക്ക് മെയ്ഡ്, പിന്നെ കുറച്ച് കൂവപ്പൊടി, വൈറ്റ് ചോക്ലേറ്റ്, ജീരകം പൊടിച്ചത്, ഏലക്ക പൊടിച്ചത്, പിന്നെ കുറച്ച് ചുക്കുപൊടി, വറുക്കാൻ ആവശ്യത്തിനുള്ള നെയ്യ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം നമ്മുടെ പപ്പായ നല്ലോണം ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാൻ പോവാണ്. നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, ഇനി അതിനകത്തോട്ട് പപ്പായ ഇട്ട് കൊടുക്കാം. ഈ നല്ലോണം ഇതിൻ്റെ അകത്ത് വെള്ളം പറ്റുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പപ്പായയിൽ വെള്ളം ഉണ്ടാവും, പച്ച പപ്പായ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പപ്പായ നല്ലോണം വഴന്ന് വരുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിടുന്നത്. പപ്പായയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും.
നമ്മുടെ പപ്പായ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നെയ്യിൽ. ഇനി നമുക്ക് അടയും കൂടി ഒന്ന് വേവിച്ചിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം. എനിക്ക് പായസ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു മത്സരത്തിന് ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ചാനലിലൊക്കെ വരണമെന്ന്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ അതിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. കൂടുതലായിട്ടും ബിരിയാണി അങ്ങനെയൊക്കെ എല്ലാം ചെയ്യാറുണ്ട്. മത്സരത്തിന് പോയിട്ട് എനിക്ക് പ്രൈസും കിട്ടിയിട്ടുണ്ട്. ആ പായസം തന്നെയാണ് ഞാൻ ഇന്നിവിടെയും ചെയ്യാൻ പോകുന്നത്, പച്ചപ്പപ്പായ വെച്ചിട്ട്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് അട ഇട്ട് കൊടുക്കാം. നമ്മളിത് കുതിർത്ത അടയാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇടയ്ക്ക് നമുക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. വെട്ടിത്തിളച്ച വെള്ളമാണ്, എന്നാലും അടയ്ക്ക് ഇച്ചിരി വേവുണ്ട്. കുതിർത്ത് വെച്ചാലും ഇച്ചിരി വേവുണ്ട്. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടുമ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുത്തിട്ട് നമ്മൾ വഴറ്റി വെച്ച പപ്പായയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. ഹായ് ഷിബി. ഹായ് മാം. ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ അല്ലേ? അതെ ഭയങ്കര ഇഷ്ടം കൊണ്ട് വന്നതാണ്. അതെ, മാമിന് ഒരുപാട് ഇഷ്ടം. എനിക്ക് വേണ്ടി വന്നതാണല്ലേ? സന്തോഷം, വളരെ സന്തോഷം. കാണാൻ പറ്റിയത് വിചാരിച്ചിട്ടില്ല. മാമിൻ്റെ അടുത്ത് വന്ന് നിൽക്ക് സംസാരിക്കാൻ പറ്റും. സന്തോഷം. ഓക്കെ, സ്വപ്നം പോലെ തോന്നുന്നു. ഹാപ്പി ഹാപ്പി. ഓക്കെ, വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഓക്കെ, ഷിബി എന്താ ചെയ്യുന്നത്? ഞാൻ പച്ച പപ്പായും അട, നമ്മുടെ മട്ടയരിൻ്റെ അടയും വെച്ചിട്ട് ഒരു പായസം. മട്ടേരിയുടെ അട ഉണ്ടാക്കിയിട്ട് അല്ല, മേടിച്ചത് റെഡിമെയ്ഡ് തന്നെ. ഓക്കെ, അത് വെച്ചിട്ടൊരു പായസം. അതിനകത്ത് ബാക്കി നോർമൽ ബാക്കി ശർക്കരയാണ്, തേങ്ങാപ്പാല്, ചുക്ക്, ഏലക്ക. അതിന് കൂടെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർന്നു. ഉണ്ടാക്കി നോക്കിയിരുന്നല്ലേ? ഉണ്ടാക്കി എനിക്ക് പ്രൈസ് കിട്ടിയതാ ബാംഗ്ലൂർ. നമ്മളെ ചർച്ചിൽ രൂപതേൻ്റെ കീഴിലുണ്ട്. അതുള്ളല്ലോ, അത്ര ടേസ്റ്റ് ആയിരുന്നിരിക്കും. പപ്പായ ആൻഡ് അട വിത്ത് വൈറ്റ് ചോക്ലേറ്റ് കോമ്പിനേഷൻ. സൂപ്പർ. അപ്പോൾ ഇപ്പോൾ അടയുടെ പ്രോസസ്സിങ് അട വെന്തു. ഓക്കെ, അപ്പോൾ അറിയാം. താങ്ക് യു. ശല്യപ്പെടുത്തുന്നില്ല. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ആദ്യം വഴറ്റി വെച്ച നമ്മുടെ പപ്പായ അതിനകത്തോട്ട് നമ്മൾ ഇപ്പം വേവിച്ച് വെച്ച അടയുണ്ട്, അത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അടയും പപ്പായയും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ശർക്കര പാനി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര ചേർത്തിട്ടുണ്ട്, എന്നാലും ആ ശർക്കരയുടെ കുത്തുണ്ടാവില്ല, അത് മാറാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ഞാൻ ഈ പായസത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചെറിയ തീയിലിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം. കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കൂവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പായസത്തിന് നല്ല കൊഴുപ്പ് കിട്ടാനും നമ്മൾ ശർക്കരയൊക്കെ ഒഴിക്കുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പായസത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ച 1ാം പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പായസത്തിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത്, കുറച്ച് ജീരകം പൊടിച്ചത്, കുറച്ച് ചുക്കുപൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റായിട്ട് വരും. ഞങ്ങൾ വീണ്ടും വരുന്നു. സ്വാഗതം. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദറ്റ് ഈസ് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ടിട്ടുള്ള ഒരു പായസമാണ്. നല്ലൊരു കോൺസെപ്റ്റാണ്. പുള്ളിക്കാരി ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്.
ഓക്കെ, ഭയങ്കര പാഷനാണ് കുക്കിംഗ്. ബേസിക്കലി ബാംഗ്ലൂരിൽ നിന്നാണോ? ആ ബാംഗ്ലൂർ. വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെ? ഇല്ല, ഞങ്ങളവിടെ ബിസിനസ്സാണ്, റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ആഹാ, ഓ അത് ശരി, ഈ ഫീൽഡിലുള്ള ആളാണ്. എവിടെയായിട്ട് വരും അത്? ബന്നാർഘട്ട്. ബണ്ണാർക്കട റോഡ്. എന്താ പേര് റെസ്റ്റോറൻറ്റിന്റെ? ആൽഫ മോളുടെ പേര് ആൽഫ. എത്ര വർഷമായി ചെയ്യുന്നു? 20 വർഷമായി. ഓ, പഴയ ആൾക്കാരാ. എന്താണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന്റെ സ്പെഷ്യാലിറ്റീസ്? ബിരിയാണി. ഓക്കെ, അപ്പൊ ഇനി അവിടെ വരുമ്പോൾ വരണമല്ലോ. എന്തായാലും വരണം. ബിരിയാണിയാണ് മെയിൻ, അല്ലാണ്ട് വേറെ ഫുഡ് എല്ലാം ഉണ്ട്, നാടനാണ്. പിന്നെ ഇപ്പോൾ സ്കൂളിൽ ഒരു കഫേയും കൂടെ നടത്തുന്നുണ്ട്, കാറ്ററിംഗും ഉണ്ട്. ഞാനും ഹസ്ബൻഡും തന്നെ ചെയ്യുന്ന എല്ലാം. അപ്പോ ഈ ഫുഡൊക്കെ ആരുണ്ടാക്കും? ഞങ്ങൾ രണ്ടും, ഹസ്ബൻഡും ഞാൻ. ആണോ? 1000 പേരെ വരെ ഞങ്ങൾ തന്നെ ഉണ്ടാവും, കേറ്ററിംഗ്. രണ്ടുപേരും. സഹായിക്കാൻ ആരെങ്കിലും കാണില്ലേ, അരിയാനോ അങ്ങനത്തെ കാര്യങ്ങൾ? ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ കിട്ടില്ല. അവരെ വിശ്വസിച്ച് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് മാമിനെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. മാമിന് കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. പിന്നെ കടയില് ജോലിക്കാർ വേറെ ഉണ്ടാവില്ലേ ഹോട്ടലിൽ? കഴുകാനും തുടക്കാനൊക്കെ ഉണ്ട്. കുക്കിംഗ് ഒക്കെ അവിടെയും നിങ്ങൾ രണ്ടാണോ? രണ്ടുപേരേ ഉള്ളൂ. കാര്യമില്ല, ഇവർ തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നത്. എല്ലാം ടു മച്ച്. ദാറ്റ്സ് നൈസ്. അപ്പം എന്തായാലും ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്ന് ഇപ്പം ഞങ്ങൾ സ്കൂളിലും ചെയ്യുന്നുണ്ട്. അപ്പം ചിക്കൻ കബാബ്, അപ്പം എല്ലാം കൂടി ഇങ്ങനെ ഇപ്പം എല്ലാവരും ഇപ്പം പഴംപൊരി അങ്ങനെയൊക്കെ മലയാളിയായി മാറി എല്ലാവരും അവിടെ ബാംഗ്ലൂർ. അപ്പം അവിടെ പോയി ചെയ്യണം, ഇവിടെ ഹോട്ടലിലെ കാര്യം നോക്കണം, കാറ്ററിംഗ് ഉണ്ട്, അതും ചെയ്യും. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പം കഫേയുടെ കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നത്? ഞങ്ങൾ തന്നെ. രണ്ടും കൂടി എങ്ങനെ വരും ഒരേ ദിവസം? ഞങ്ങൾ മാറി മാറി ചെയ്യും. ഇങ്ങോട്ടേക്ക് വരുന്ന ദിവസങ്ങൾ ആര് നോക്കും? ഇവിടെ ഇപ്പോഴും ഹസ്ബൻഡ് തന്നെ ഉള്ളു. ഇവിടെ ഞങ്ങളെ കൊണ്ടേ വിട്ടിട്ടാ വന്നത്. എന്താ ഞാൻ ഈ ഒരു ഇതിൽ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു പൊക്കോ, നിന്റെ സന്തോഷമല്ലേ എന്നുകൊണ്ട് എന്നെ വിട്ടത്. മാം എനിക്കൊരു ചാനലും ഉണ്ട്, ആൽഫാസ് ഫാമിലി എന്നൊക്കെ. ആൽഫാസ് ഫാമിലി യൂട്യൂബിൽ അതിലെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ടുണ്ട് അല്ലേ? അത് നോക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ തന്നെയാണ് പായസം സെർവ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലോട്ട് ഒഴിക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം, വറുത്ത് വെച്ച്. അപ്പോൾ നമ്മുടെ പപ്പായ അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റിംഗ് ടേബിളിലോട്ട് മാറ്റാം. എൻ്റെ പേര് റിയാന ഹംസ. കണ്ണൂരിൽ നിന്ന്, തലശ്ശേരിയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന പായസം എരിശ്ശേരി പ്രഥമൻ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മമ്പയർ, മത്തങ്ങ, ശർക്കര, നെയ്യ്, തേങ്ങാപ്പാൽ, 1-ാം പാൽ, 2-ാം പാൽ, ചുക്കുപൊടി, ഏലക്കായപ്പൊടി. ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് വേവിച്ച് മിക്സിയിൽ അടിച്ച് വെച്ച മമ്പയർ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിൽ ഉടച്ച് വെച്ച മത്തങ്ങ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റണം. മത്തങ്ങയും വൻപയറും കൂടി നല്ലവണ്ണം യോജിക്കണം. എണ്ണ തെളിയുന്ന വരെ വഴറ്റണം. യോജിച്ചതിന് ശേഷം ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കുക. ഇത്തിരി ഉപ്പ് ഇതിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടിടണം. തേങ്ങയുടെ 2-ാം പാൽ ഒഴിക്കുക. കുറച്ച് ചുക്കുപൊടി ഇടുക. ഒരിത്തിരി ഏലക്കാപ്പൊടി. ഇത് കൂടിപ്പോകാൻ പാടില്ല, കുറച്ച് ഇടാൻ പാടുള്ളൂ. തീ ഓഫ് ചെയ്യാൻ ശേഷം 1-ാം പാൽ ഒഴിക്കുക. നെയ്യ് ഒഴിക്കുക.
അണ്ടിപ്പരിപ്പ് ഇടുക. ആ നെയ്യിൽ തന്നെ ഇനി ചിരവിയ തേങ്ങ ഇടാൻ. ഇത് എരിശ്ശേരി പ്രഥമനാണല്ലോ, അതുകൊണ്ട് തേങ്ങ വറുത്തിട്ടാണ് ഇടാൻ. ഇവിടെ ആണെങ്കിൽ എരിശ്ശേരി പായസം അല്ലേ? എരിശ്ശേരി പ്രഥമൻ. എരിശ്ശേരി പ്രഥമൻ. അവിയൽ നമ്മൾ കുടിച്ചു. അവിയൽ കുടിച്ചു, കൂട്ടുകറി കഴിച്ചു. അപ്പോൾ ഓണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു തോരൻ്റെ പായസം വരാനുണ്ട്. ഇത് എരിശ്ശേരി, പക്ക എരിശ്ശേരിയുടെ ഇത് മത്തങ്ങ, വൻപയർ, സെയിം അതുപോലെ തന്നെ തേങ്ങയൊക്കെ വറുത്തിട്ടിട്ട് അതൊരു മധുരത്തിലാക്കുന്നു. മധുരത്തിൽ ചെയ്യും. അപ്പോൾ താളിക്കില് പച്ചമുളകൊക്കെ ഇടുന്നുണ്ടോ? ഇല്ലില്ല, ഇത് ഉള്ളി തേങ്ങ തേങ്ങ വറുത്തിട്ട് അതാണ്. തേങ്ങയും മത്തങ്ങയും കൂടി ചേരുന്നതുകൊണ്ട് എരിശ്ശേരി പരമ്പരാഗതമായിട്ടുള്ളൊരു പരമ്പരാഗതമായിട്ടുള്ള. ഈ ഫീൽഡിലുള്ള ബാക്കി എക്സ്പീരിയൻസ് പറയൂ. വെറൈറ്റി പായസങ്ങൾ ഉണ്ടാക്കും. മത്സരങ്ങളിൽ പങ്കെടുക്കുക, പ്രൈസ് കിട്ടാറുണ്ട്. ഏറ്റവും ഫേമസ് ഏതാണ് പായസം ഉണ്ടാക്കുന്നത് ഇഷ്ടം? ഇപ്പൊ അടുത്ത് കിച്ചേറിന്റെ ഇതിന് കിട്ടി പാലക്ക് പായസം. പാലക് മക്കറോണി പായസം. പാലായിരുന്നോ ബേസ്? അതില് മധുരം എന്തായിരുന്നു? മധുരം ഇത് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത്. മിൽക്ക് വേണ്ടിട്ട് അല്ല, എന്താണ് പാലും തേങ്ങാപ്പാലും രണ്ടും. തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത്. പിന്നെ അതില് ബദാംഗം അത് ചേർത്തിന്. ബദാം ഓക്കെ, ബദാം ഓക്കെ, മറ്റേ ബദാം പിസ് ഓക്കെ, ജിഗർദണ്ടയിലെ സംഭവമില്ലേ? ഓക്കെ. അപ്പൊ ആ ഒരു കൊഴുപ്പെല്ലാം കിട്ടാനായിട്ട് തിക്കിനിങ്. വെറൈറ്റി ഇങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്തോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇനി വെറൈറ്റികൾ പ്രതീക്ഷിക്കാം. അടുത്ത റൗണ്ടിലേക്ക് സ്നാക്സ് വെറൈറ്റി ഉണ്ടാക്കും. എന്തൊക്കെയാണ്? ബിരിയാണിക്കും കിട്ടാറുണ്ട്. കാന്താരി ചിക്കൻ ബിരിയാണി, ഇങ്ങനെ കാന്താരി ചിക്കൻ ബിരിയാണി. ഓക്കെ, തലശ്ശേരി സ്റ്റൈലില് അതിന് കാന്താരി കൺവേർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ എന്തൊക്കെയാ സ്നാക്ക് ചെയ്യുന്നത്? സ്നാക്സ് എല്ലാം എന്താ കാണുന്ന തലശ്ശേരിക്കാരാണല്ലോ. തലശ്ശേരി എന്ന് പറഞ്ഞാൽ പാചകത്തിന്റെ ഉസ്താദുകളാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ. പിന്നെ പണ്ടിന് കളിയാക്കാറുണ്ട് എല്ലാവരും, ലക്ഷ്മി നായരാണോ എന്ന് വെച്ചിട്ട്. നമ്മള് പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന കാണുന്നുണ്ടല്ലേ? ഓക്കെ, അതുപോലെയൊക്കെ ഒരു രീതിയാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. സന്തോഷം. ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ, താങ്ക് യു. വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിൽ ചേർക്കുക. വറുത്ത് വെച്ച തേങ്ങ ഇതിൽ കുറച്ച് ചേർക്കുക. സ്വാദിഷ്ടമായ എരിശ്ശേരി പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്വാതി അരവിന്ദൻ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പായസം ഗുലാബി മഖാന ഡിലൈറ്റ് ഖീറാണ്. നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ്, സാഗോ, 1-ാം പാല്, 2-ാം പാല് തേങ്ങേൻ്റെ, പിന്നെ അണ്ടിപ്പരിപ്പും പിസ്ത, ബദാം, റോസ് ഫ്ലവർ, കുങ്കുമപ്പൂവ്, നെയ്യ്, നാച്ചുറൽ ഷുഗർ, മക്കാന, ഇത്രയും ചേരുവകളാണ് ഇന്ന് നമ്മൾ ഈ ഒരു പായസത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് തികച്ചും ഒരു ഷുഗർ ഫ്രീ പായസമാണ്. നാച്ചുറൽ ഷുഗർ കൊണ്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പിന്നെ മിൽക്ക് മെയ്ഡ് ആയിക്കോട്ടെ, എല്ലാം ഷുഗർ ഫ്രീയിൽ വരുന്ന മിൽക്ക് മെയ്ഡ്. ഒരു തരത്തിലും നമ്മൾ പിന്നെ നോൺ ആഡഡ് ഷുഗർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് മക്കാന ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറച്ച് ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഇടാം. നമുക്ക് ഈ ഒരു മക്കാന ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു മക്കാന മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ നമ്മളെ പെറ്റലിലും അതുപോലെ തന്നെ റോസ് ഫ്ലവറും കൂടെ പിന്നെ നമുക്ക് ഈ ഒരു പിന്നെ ഷുഗർ ഫ്രീയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളെ മക്കാന ഏകദേശം കുക്കായി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി വെക്കാം. അടുത്തത് റോസ് ഫ്ലവറും ഷുഗറും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം.
കോൺഫ്ലവറും അതുപോലെ ഷുഗറും ആഡ് ചെയ്യാം. ഒരു 2 സ്പൂണ് ഷുഗർ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതും അതുപോലെ ഒന്ന് ഒപ്പിച്ചെടുക്കാം. പൂവിൻ്റെ ആ ഒരു പച്ചപ്പ് മണം മാറുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ റോസ് ഫ്ലവർ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേകം ഉണ്ടല്ലോ, അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ്. ഇനി അത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിടാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ കുതിർത്ത് വെച്ച സേകം ഒന്ന് വേവിച്ചെടുക്കാം. കുതിർത്ത് വെച്ചുകൊണ്ട് സേകം ഒന്ന് വേഗമാവും. അതായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 2ാം പാല് ആഡ് ചെയ്യാം. സേകവും ഏകദേശം ഒന്ന് കട്ടിയായി വരുന്നുണ്ട്. 2ാം പാല് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ടേക്ക് ഒഴിക്കാം. ഇനി ഈ 2ാം പാലും നമ്മൾ സേക കുറച്ച് നല്ലോണം വെന്ത് വരണം. നല്ലോണം വെന്ത് വന്ന ശേഷം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മക്കാനയും അതുപോലെ തന്നെ ഷുഗറും ആഡ് ചെയ്യാം. നാച്ചുറൽ ഷുഗർ ആയതുകൊണ്ട് നമുക്ക് മറ്റേ പഞ്ചസാര ഇടുന്നത് പോലെ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഇടണ്ട. അപ്പം നമ്മളെ ഈ ഒരു 2ാം പാലും നമ്മളെ നാച്ചുറൽ ഷുഗറും എന്തായി, ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മക്കാനി ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. നമ്മൾ ഈ മക്കാന ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ റോസ് ഉണ്ടല്ലോ, അത് നമുക്ക് ആഡ് ചെയ്യാം. ഹായ് സ്വാതി, കണ്ണൂരിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നിരിക്കുകയാണ് അല്ലേ പായസറാണിയിൽ പങ്കെടുക്കാൻ? പങ്കെടുക്കാൻ ആദ്യമേ പറഞ്ഞല്ലോ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കാണ് പായസത്തിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉള്ളത്. പായസം മാത്രം ഏകദേശം ഒരു 35 വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഷോപ്പിന്റെ പേര് തന്നെ പായസക്കട എന്നാണോ? കുക്കീസ് ക്യൂട്ട് ആൻഡ് സ്വീറ്റ് പായസം. കുക്കീസ് ക്യൂട്ട് ആൻഡ് സ്വീറ്റ് പായസം. കണ്ണൂരാണ്? കണ്ണൂർ തളിപ്പറമ്പില്. എത്ര നാളായി അത് തുടങ്ങിയിട്ട്? ഇപ്പൊ ഏകദേശം 3 വർഷം. 3 years സക്സസ്ഫുള്ളി റണ്ണിങ്. അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പായസം ഒക്കെ ഏതാണ്? ഏറ്റവും ഡിമാൻഡ് ഫ്രീ പാലട. ഷുഗർ ഫ്രീ. അപ്പൊ അതിനെന്താ ചെയ്യാ? ഷുഗർ ഫ്രീയിൽ നമ്മൾ നാച്ചുറൽ സോഴ്സിൽ നിന്നുള്ള ഷുഗേഴ്സ് ആഡ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും ഏകദേശം ഒരു ഐഡിയ തരും? ട്രേഡ് സീക്രട്ട് ആണ്, ചോദിക്കുകയാണ്. സിമ്പിളായിട്ട് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഒരു ഇലയാണ്, അതിൽ നിന്നാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ നാക്കിൽ വെക്കുമ്പോ ഭയങ്കര മധുരം വരുന്ന ഇലയാണോ? അതുപോലെ തുളസി ഇല അങ്ങനത്തെ ഒരു എനിക്കറിയാം. അതെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഭയങ്കര ഡിമാൻഡാണ്. അതും അതെ. പിന്നെ ഷുഗർ ഫ്രീയിൽ ഇപ്പം നമ്മള് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യും. എല്ലാവരും പാലട നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പാലടയിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യില്ല. പക്ഷേ ഈ സ്പെഷ്യൽ ഐറ്റത്തിൽ ഇപ്പൊ ഷുഗർ ഫ്രീന്റെ പായസം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഷുഗർ ഫ്രീന്റെ തന്നെ മിൽക്ക് മെയ്ഡ് പ്രിപ്പയർ ചെയ്യും അവിടെ. ആ മിൽക്ക് മെയ്ഡ് മാത്രമേ അതിൽ മാത്രം പാലിനെ കുറുക്കിയെടുക്കും മിൽക്ക് മെയ്ഡ് പോലെ, വിത്തൗട്ട് ദാറ്റ് ഷുഗർ പാർട്ട് അല്ലേ? ഓക്കേ. ഈ ഒരു റൗണ്ടിൽ അപ്പൊ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈ ഒരു റൗണ്ടിൽ ഇപ്പം ഇന്നിപ്പം ചെയ്തിട്ടുള്ളത് നമ്മള് പിന്നെ ഗുലാബി മക്കാന ഡിലൈറ്റ് ഗീറാണ്. അത് പിന്നെ റോസ് ഫ്ലവർ ഇല്ലേ, അത് ഇതും ഷോപ്പിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. റോസ് ഫ്ലവർ, പിന്നെ മക്കാന, പിന്നെ കുങ്കുമപ്പൂവ്, പിന്നെ സാഗോ, പിന്നെ തേങ്ങാപ്പാല്, അങ്ങനെയുള്ള തേങ്ങാപ്പാലിലാണ്. ഗുലാബി മക്കാന ഡിലൈറ്റ്. ഫ്രഷ് റോസ് ഉണ്ട്. പിന്നെ ഇത് പ്രത്യേകം പറയാനുള്ളത്, നമുക്ക് ഈ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ വളർത്തുന്ന റോസ് തന്നെ വേണം, അല്ലാണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് പോലും നമ്മൾ കൊണ്ടുവന്ന ഫ്ലവറിനെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസിനൊക്കെ വരുമ്പോൾ ഷെയറിങ് ഓഫ് ഐഡിയാസ് അല്ലേ? കുറേ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു.
ഇങ്ങനെ തോന്നുന്നു അല്ലേ? അങ്ങനത്തെ ഒരു എങ്ങനെ തോന്നുന്നു കണ്ടസ്റ്റൻസുമായിട്ടൊക്കെ ഉള്ളൊരു interaction? എല്ലാവരും ഒരുപാട് വെറൈറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫ്ലോറിൽ വന്നപ്പോൾ എനിക്ക് ഞാൻ ചെറിയൊരു ഇതിൽ വെച്ചാൽ എല്ലാവരും അതിനേക്കാളും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ്. പല ഇതിനും പ്രോഗ്രാമിലും പങ്കെടുത്ത്. ഞാനാണെങ്കിലോ ഫസ്റ്റ് ടൈം ആണ്. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പായസം making-ന്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകുമ്പോൾ കുറേ പുതിയ ഐഡിയാസുമായിട്ട് പോവാം നിങ്ങളുടെ കടയിലേക്ക്. ന്യൂ ഇവരെല്ലാം തയ്യാറാക്കുന്ന കുറേ നല്ല പായസം ഇഷ്ടപ്പെട്ടാൽ അതും ഇൻക്ലൂഡ് ചെയ്യാമല്ലോ. ഓക്കെ, നമുക്ക് കാണാം. അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന ഷുഗർ ഫ്രീ മിൽക്ക് മെയ്ഡിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മളെ പായസം നല്ലൊരു തിക്നെസ്സിൽ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് 1-ാം പാല് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏകദേശം പായസം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് ഉപ്പ് ആഡ് ചെയ്യാം. ഒരു പിഞ്ച് ഉപ്പ് മതി. നമുക്കിനി ഒരു ലൈറ്റ് ഷെയ്ഡിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇതിലേക്ക് നമ്മൾ ഏലക്കായ കൂടെ ആഡ് ചെയ്യാം. അടുത്തത് നമ്മളെ ലാസ്റ്റ് ഐറ്റം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിലെ മെയിൻ കോഴ്സാണ് നമ്മൾ ഈ ഒരു സാഫ്രോണും അധികമൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പം നമ്മളെ പായസം റെഡിയായി. നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇവിടെയും ഒരു വെറൈറ്റി. ഇത് പായസം ഷോപ്പിന്റെ ഓണറാണ്. കണ്ണൂര് അല്ലേ? അവിടെ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഐറ്റം ഏതാണ്? പായസം നമ്മൾ വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്നാലും ഒരു സിഗ്നേച്ചർ എന്ന് പറയുമല്ലോ, ഷുഗർ ഫ്രീ പാലട. അപ്പൊ അതിനകത്ത് ഷുഗറിന് പോലെ എന്തൊരു കോസ്റ്റ്ലിയാണ്, പക്ഷെ കസ്റ്റമേഴ്സ് നീഡ് ഉണ്ട്. അപ്പൊ മോങ് ഫ്രൂട്ടഡ് ആ ഇപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പം മാംഗോയിലും ചെയ്യുന്നുണ്ട്, അതിൽ തന്നെയാണ് നമ്മൾ ചെയ്യാം. ബൾക്കായിട്ട് വാങ്ങിച്ചു. എക്സ്പെൻസ് എങ്ങനെയാണോ? കൂടുതൽ കോസ്റ്റ്ലി സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്? മീൻസ് നമ്മളെ ആ ഒരു കണ്ണൂരിനെ അപേക്ഷിച്ച് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് നല്ല സാധനങ്ങളാണ് വേണ്ടത്. 1 ലിറ്റർ പേയ്മെന്റ്. ഷുഗർ ഫ്രീ പാലടയാണെങ്കിൽ ഒരു പിന്നെ 420. ഏകദേശം. അത് ഉണ്ടാക്കുന്ന ആളാരാണ് ഇതെല്ലാം എല്ലാ ദിവസവും? എൻ്റെ റെസിപ്പീസാണ്. പിന്നെ സ്റ്റാഫ് ഉണ്ട്. എത്ര സ്റ്റാഫ് ഉണ്ട്? 3 പേര്. റെഡിമെയ്ഡ് ആണോ അതോ മറ്റേ അല്ലല്ല, റെഡിമെയ്ഡ് ആണ്. ഗുരുവായൂർ അടയാണോ ഉണ്ടാക്കുന്നത്? വൈറ്റ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാല് പിന്നെ കൂടുതലും നമ്മൾ കോക്കനട്ട് മിൽക്കിലാണ് യൂസ് ചെയ്യുന്നത്. ഓരോ സ്റ്റൈലാണ്. നമ്മളെ പായസം ഏകദേശം റെഡിയായി. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത ഒന്ന് നെയ്യിൽ വറുത്തിടാം. അങ്ങനെ നമ്മൾ ഗുലാബി മക്കാന ഡിലൈറ്റ് കീർ റെഡിയായി. അത് നമുക്കിനി ജഡ്ജസിന് കൊടുക്കാം. എൻ്റെ പേര് അൽഫിയ. ഞാൻ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇളനീർ ക്യാരറ്റ് ജാമുൻ പായസമാണ്. അതായത് നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ പോലെ ക്യാരറ്റിനെ ജാമുനാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത്
മിൽക്കാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലല്ല ഉണ്ടാക്കുന്നത്, സാധാ പശുവിൻ പാലിലാണ് ഉണ്ടാക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ ആഡ് ചെയ്യുന്നില്ല, മിൽക്ക് മെയ്ഡ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ക്യാരറ്റ് ജാമുനുള്ള ക്യാരറ്റ് പ്യൂരി ആക്കിയതാണ്, അതായത് ക്യാരറ്റും പാലും കൂടി പ്യൂരി ആക്കി വെച്ചതാണ്. പിന്നെ ഏലക്കാപ്പൊടിയാണ്, കുറച്ച് റവ എടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ ജാമുൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള റവയാണ്. ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കാഷ്നട്ട്, കിസ്മിസ്, പിന്നെ ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇളനീറിൻ്റെ പ്യൂരിയാണ്, ഇളനീർ കഷ്ണവും വെള്ളവും കൂടി ഇട്ട് പേസ്റ്റ് ആക്കിയതാണ്. നെയ്യ് എടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഇതും ജാമിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഫൈനലി ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇളനീർ കഷ്ണമാണ്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പാലൊഴിച്ചെടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വറ്റിച്ചെടുക്കണം. പാല് നല്ലതായിട്ട് കുറുക്കിയെടുക്കണം. ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇളനീരിൻ്റെ കഷ്ണം, അതൊരു പ്യൂരി ഇല്ല, അത് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പാല് പിരിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ആ ഇളനീരിൻ്റെ പ്യൂരി ഒഴിക്കാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറുകി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ പാല് കുറച്ച് ആറുമ്പോഴത്തേക്ക് ഒന്നുകൂടിയും തിക്കാവും. അപ്പോഴത്തേക്കും നമുക്ക് അതനുസരിച്ച് വേണം പാല് തിക്കാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള കിസ്മിസ്, കാഷ്നട്ടൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം നമുക്ക് പാൻ ചൂടായി വരുമ്പം ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചെടുക്കാം. നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കിസ്മിസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്, റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കാഷ്നട്ടൊക്കെ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. ഹായ് ആൽഫിയ. ഹായ് മാഡം. ട്രിവാൻഡ്രത്തു നിന്നുള്ളൊരു യങ് മെമ്പറാണ്. അതെ, വെറും 18 വയസ്സ് മാത്രം. ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റ് ആണ്. യെസ്, ആ ഒരു പാഷൻ കൊണ്ട് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് പഠിക്കുന്നത്. അതെ. പ്ലസ് ടു എവിടെയായിരുന്നു? പ്ലസ് ടു ഞാൻ ഇവിടെ അടുത്ത് തന്നെ ട്രിവാൻഡ്രത്ത് തന്നെ തൈക്കാടായിരുന്നു. തൈക്കാട്. തൈക്കാട് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തത്. ഹ്യൂമാനിറ്റീസ്. പിന്നെ 8ാം ക്ലാസ് മുതൽ എനിക്ക് ഭയങ്കര താല്പര്യമാണ് കേക്ക് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ വീട്ടിലൊക്കെ ആദ്യം പറയുമായിരുന്നു ഇതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം, പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അച്ഛനമ്മമാരെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്തത് എപ്പോഴാണ്? ആ ഒരു പാഷനോട് കൂടി അതിൽ വന്നതാണ്. ഓക്കെ, എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? നന്നായി പോകും. നന്നായി പോകും. ആഗ്രഹിച്ച പോലെയുള്ളൊരു ആഗ്രഹിച്ചതുപോലെ. രണ്ടാമത്തെ വർഷമാണ്. ഇപ്പം മൂന്നാമത്തെ വർഷം. ഇതുവരെയുള്ള സ്റ്റഡീസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള സിലബസും സ്റ്റഡി എല്ലാം നമുക്ക് എല്ലാം പഠിക്കാനുണ്ട്. ഒരു ഹോട്ടലിൽ മാനേജർ ആവാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കിച്ചൺ മാത്രമല്ല എല്ലാം. അതാണല്ലോ. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലേ? നിങ്ങൾ കിച്ചൺ ആണോ, ഷെഫ് ആകാനാണോ, അതോ നിങ്ങൾ ഫ്രണ്ട് ഓഫീസ് ആണോ? അങ്ങനെ. ഓക്കെ, അത് എന്തായാലും ഫ്രണ്ട് ഓഫീസ് ആയിരിക്കില്ല ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഡെഫിനറ്റ്ലി ഇത് കുക്കിംഗ് തന്നെ, ഷെഫ്, ബേക്കറിയാണ് താല്പര്യം കൂടുതലും. ബേക്കിംഗ് നല്ലത്. അതാണ് കുറച്ചുകൂടെ ടഫ്. അതിനോടൊരു ഇൻട്രസ്റ്റ് വന്നാൽ വളരെ നല്ല. കുക്കിംഗ് ആർക്കും കുറേ കൂടി എളുപ്പത്തിന് ചെയ്യാം, പക്ഷെ ബേക്കിംഗ് അത് ഭയങ്കര ട്രിക്കി സംഭവമാണ്. ഇറ്റ്സ് നൈസ്. അപ്പോൾ എന്താ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നേ? ഇളനീർ ക്യാരറ്റ് ജാമുൻ പായസം. ജാമുൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഗുലാബ് ജാമുൻ ഇല്ലേ, അതേപോലെ നമ്മുടെ ക്യാരറ്റ് റവയിൽ കുറുക്കിയെടുക്കും. എന്നിട്ട് ഇപ്പോൾ ക്യാരറ്റും പാലും കൂടി പ്യൂരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നെയ്യിലിട്ടിട്ട് ജസ്റ്റ് ഇട്ട് ജാമുൻ പോലെ ബോൾസ് ആക്കി, ചെറിയ ചെറിയ ബോൾസ് ആക്കി. അപ്പോൾ ഒരു കളർഫുള്ളും അങ്ങനെ. അത് വെച്ചിട്ട് ഇളനീരും ഉണ്ട്. ഇളനീരിന്റെ പൾപ്പെടുത്തിട്ട് പൾപ്പെടുത്തിട്ടുണ്ട്. എന്നിട്ട് പാല് ഇങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, കുറുക്കി വെച്ചിട്ടുണ്ട്. പഞ്ചസാരയാണോ? അപ്പോൾ മിൽക്ക് മെയ്ഡ് മാത്രമേ ഉള്ളൂ. മിൽക്ക് മെയ്ഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ.
പിന്നെ അത് തണുത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ പൾപ്പ് ഒഴിക്കാവൂ ഇളനീരിന്, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ. ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്? ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇല്ല, ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം. യൂഡിൻ എക്സ്പെരിമെന്റ്. ഓക്കെ, ട്രയൽ ആണപ്പോ. അപ്പൊ ധൈര്യമായിട്ട് ചെയ്യൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി നമുക്ക് ക്യാരറ്റ് ജാമുൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇത് ഒരു ക്യാരറ്റും കുറച്ച് 1/4 ഗ്ലാസ് പാലിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പ്യൂരി ആക്കി വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ച് തിക്കാക്കി എടുക്കണം. നല്ലൊരു സ്മെല്ല് വരുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇത്തിരി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടി നന്നായിട്ട് സോട്ടായി ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വരണം. ഇനി നമ്മൾ ഈ ഒരു ക്യാരറ്റ് തിക്കാക്കി എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് റവയാണ് കേട്ടോ. റവയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു സ്റ്റേജാണ്. നന്നായിട്ട് കുറുകിയിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൽ ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് മെയിനായിട്ട് ഇടുന്നത്. ഡെസേർട്ടാണ് ഞാൻ കൂടുതലും അതിലിടുന്നത്. കാരണം എനിക്ക് ഡെസേർട്ട് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. കണ്ടോ, ഇതിനൊക്കെ ബോൾസ് പോലെ വരുന്നുണ്ട്. ഇനി ഇതിലും ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് പായസത്തിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ബോൾസാക്കി ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഇത് ഇളനീരിൻ്റെ വെള്ളവും ആ ഒരു ഫ്ലഷും കൂടി ഇട്ട് പേസ്റ്റാക്കി വെച്ചതാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ട് തന്നെ അടിച്ചെടുത്തുകൊണ്ട് പായസത്തിന് നമുക്ക് ആ ഒരു തിക്നെസ് കിട്ടും. വളരെ ചെറിയ ബോൾസാണ് കേട്ടോ ആക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഞാൻ ഒരെണ്ണം വന്ന് പോയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. ലാസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ. ഓക്കെ, എന്താണെന്ന് ഒന്നുകൂടി ഒന്ന്. ഇത് ഇളനീർ ക്യാരറ്റ് ജാമുൻ പായസമാണ്. ജാമുൻ, ഗുലാബ് ജാമുനൊക്കെ പോലെ ക്യാരറ്റ് ജാമുൻ. അത് ക്യാരറ്റ് പാലിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഗീലിട്ട് സോട്ട് ചെയ്ത് റവയും കൂടി ഇട്ടാണ് കുറുക്കിയെടുത്ത് ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുത്ത് ബോൾസാക്കി മാറ്റി വെച്ച്. പിന്നെ ഇത് പാലും കണ്ടൻസ് മിൽക്കും കൂടി ഇട്ട് കുറുക്കിയെടുത്ത് പിന്നെ ലാസ്റ്റ് അതും തണുത്തതിന് ശേഷം മാത്രം ഈ ഇളനീരിൻ്റെ പൾപ്പ് അത് ഒഴിച്ചിട്ടുണ്ട്. ജാമുൻ അവിടെ റെഡിയാണോ? ആ, റെഡിയാണ്. ഓ, നൈസ്. ഒരു കളർഫുള്ളാവും. അടിപൊളി. ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നു. ഓ, ഹോട്ടൽ മാനേജ്മെന്റ്. പിന്നെ ഇത് ഫിനിഷിങ് പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാണ് ഞാൻ സെർവിങ് ബൗളിലോട്ട് മാറ്റുന്നത് കേട്ടോ. ഈ ഒരു ക്യാരറ്റ് ജാമുൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇളനീരാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇളനീരിൻ്റെ ആ ഒരു കഷ്ണം കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. നേരത്തെ വറുത്ത് മാറ്റിയിട്ടുള്ള നട്ട്സും റൈസിൻസും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇളനീർ ക്യാരറ്റ് ജാമുൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ടേബിളിലേക്ക് മാറ്റാം. ആരംഭിക്കലാമാ? നമുക്ക് തുടങ്ങാം. അങ്ങനെ 4 കണ്ടസ്റ്റൻസ് ഇവിടെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഓരോരുത്തരിങ്ങനെ പ്രസന്റ് ചെയ്യാൻ പാകത്തിന് സെറ്റായിരിക്കുകയാണ്. എവിടെ നിന്ന് തുടങ്ങണം ചേച്ചി? നമുക്ക് ഇവിടെ തുടങ്ങിയാലോ? ഓക്കെ, യെസ് പ്ലീസ്. ആൽഫിയ.
അൽഫിയ യെസ്, അപ്പോൾ കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് ഇളനീർ ക്യാരറ്റ് ജാമുൻ പായസം. ഇളനീർ ക്യാരറ്റ് ജാമുൻ നമ്മൾ കണ്ടു. ആ പ്രോസസ്സ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരെല്ലാം ഇങ്ങനെ ഇത് കാണുന്നുണ്ടായിരുന്നു അൽഫിയ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ ജാമുനാണ് ഇതിനകത്ത് കിടക്കുന്നത്. യെസ്, യുവർ സ്പെഷ്യൽ ഇത് ടെൻഡർ കോക്കനട്ട് പീസസ്. സോഫ്റ്റ് സോഫ്റ്റ്. വെരി സോഫ്റ്റ്. റവ ആയതുകൊണ്ട് വെരി ഗുഡ്, ഗുഡ് ഫ്ലേവർ അല്ലേ? എന്ത് തോന്നുന്നു? നന്നായിരുന്നു. ആ ഗുലാബ് ജാമിനെക്കാട്ടിലും ഒക്കെ സോഫ്റ്റ് ആണ്. അതെ അതെ. വായിലിടുമ്പോൾ ന്യൂ കോൺസെപ്റ്റാണ്. അലിഞ്ഞു പോകുന്നു. ഈ സത്യം ഇതൊരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, തകർത്തു. നൈസ്, താങ്ക് യു, ഗുഡ്. പിന്നെ വിൻ ചെയ്യണോ വേണ്ടേ അതല്ല ഒരു മെയിൻ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. പാർട്ടിസിപ്പേഷൻ, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്. അതാണ് ജയിക്കോ തോൽക്കോ അടുത്ത റൗണ്ടിൽ പോകുന്നൊന്നും ഇമ്പോർട്ടന്റ് അല്ല. അത് ഉള്ളിൽ നിന്ന് വന്നൊരു നല്ലതാ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. വെരി ഗുഡ്, താങ്ക് യു. നെക്സ്റ്റ് സ്വാതി അരവിന്ദ്. ഓ റിച്ച്, അലങ്കാരം കൊണ്ട് തകർത്തിരിക്കുകയാണ്. കാണിച്ചു താമരയും റോസ് പെറ്റൽസ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റോസ് പെറ്റൽസ് ആണ് അല്ലേ? അതെ. ഈ റോസാപ്പൂ ഒക്കെ ചേർത്ത പായസത്തിന് ഒറിജിനൽ നമ്മൾ വളർത്തുന്ന റോസാപ്പൂ തന്നെ വേണം. അതെ അതെ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. യെസ്. ആൻഡ് ബാക്കി കാര്യങ്ങളിലൊക്കെ ഇതൊരു ഷുഗർ ഫ്രീ. ഇത് ഷുഗർ ഫ്രീ ആയിരുന്നു. ഓ അത് ശരി. അപ്പോൾ സ്റ്റീവി ഇതിൽ ഉപയോഗിച്ചു. ഷുഗർ ഫ്രീ. അപ്പോൾ നമ്മൾ ഞാൻ ചെറിയ സ്പൂൺ സ്റ്റീവിയാണ്. ഞാൻ ചെറിയ സ്പൂൺ എടുക്കാം. ഓക്കെ, ചുമ്മാ സ്റ്റീവി അല്ലേ? പീസസ് എല്ലാം നമ്മൾ മക്കന ഉണ്ടായിരുന്നു അല്ലേ? മധുരമൊക്കെ ഉണ്ട്. മധുരം ഉണ്ട്, ആ ഒരു ബാലൻസിങ് ഉണ്ട്. പക്ഷേ ആ സ്റ്റീവിയുടെ പിന്നെ മഖനയ്ക്ക് ഒരു റോസ്റ്റഡ് ടേസ്റ്റ് ആണ് വരുന്നുണ്ട് അല്ലേ? അങ്ങനെയാണോ ചെയ്തത്? റോസ്റ്റ്. അപ്പോൾ ഇതൊരു ബേൺഡ് ടേസ്റ്റ് വരണം എന്നാണ് അല്ലേ ഈ പായസം? അതെ അതെ. സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, നൈസ് അറ്റംപ്റ്റ്, കൊള്ളാം. താങ്ക് യു. ഈ ഒരു ഫ്ലോറിൽ ഇങ്ങനെ വരാൻ എൻ്റെ ഹസ്ബൻഡിനായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായത്. ആളെ ഒറ്റയൊരു പ്രോത്സാഹനത്തിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഹസ്ബൻഡ് വന്നിട്ടില്ല. അമ്മ വന്നിട്ടുണ്ട്. അമ്മ വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ബാങ്ക് എംപ്ലോയി. അവിടെ തന്നെയാ? കണ്ണൂർ തന്നെ. പുള്ളിക്കാണ് ഇതിന് ഏറ്റവും കൂടുതൽ വരണം, വൈഫ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു നമ്മളെ ഒരു പായസത്തിന്റെ ഷോപ്പ് തുടങ്ങാൻ കാരണം തന്നെ ആളാണ് ഹസ്ബൻഡ്. അതുകൊള്ളാലോ, മോട്ടിവേറ്റ് ചെയ്യുന്നു. ഗുഡ്. സപ്പോർട്ടീവ് ഹസ്ബൻഡ്. സന്തോഷം കേട്ടോ. താങ്ക് യു. ഷിബി മനോജ്. From Bangalore. Yeah. Catering. Restaurant. Cloud kitchen. Canteen. Cafe. എല്ലാം കൂടെ ആയിട്ട് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. മകള് ആൽഫയുടെ പേരിലാണ് കടയൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ആൽഫ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അമ്മയെ പ്രോത്സാഹിപ്പിച്ച് അല്ലെ? അച്ഛനും പ്രോത്സാഹിപ്പിച്ചു, ഹസ്ബൻഡും പറഞ്ഞു പോകൂ, മകള് കൂടെ വന്നു. നൈസ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഒരു പ്ലസ് പോയിന്റ് അവരുടെ ഫാമിലി തന്നെയാണ്. സപ്പോർട്ടീവ് ഹസ്ബൻഡ്സ് ആൻഡ് ഫാമിലി ഇല്ലാണ്ട് മുന്നോട്ട് വരാൻ പറ്റില്ലല്ലോ ഈ രീതിയിൽ. ഓക്കെ, പപ്പായ അട. ഓക്കെ, പപ്പായയിൽ തന്നെ സെർവ് ചെയ്തിരിക്കുന്നു. പാല്, വൈറ്റ് ചോക്ലേറ്റ്. വൈറ്റ് ചോക്ലേറ്റ്, കറക്റ്റ്.
കുറച്ചുകൂടെ വൈറ്റ് ചോക്ലേറ്റ് ആകായിരുന്നു എന്ന് തോന്നുന്നു മധുരത്തിന് വേണ്ടിയിട്ട്. കൊള്ളാം, ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്, വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്. പൊടിക്കും കൂടെ ആവാം. ഇച്ചിരി കൂടെ മധുരം കയറ്റാം വേണമെങ്കിൽ. ശർക്കരയും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ശർക്കരയും ചേർത്തു, പഞ്ചസാരയും ചേർത്തു, വൈറ്റ് ചോക്ലേറ്റ് ചേർത്തു. ഓക്കെ ഓക്കെ. മിൽക്ക് മെയ്ഡും ചേർത്തു. ആണോ? കണ്ടൻസ്. ഓക്കെ. ഒരു പൊടിക്കും കൂടെ ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മധുരത്തിൻ്റെ ഒരു അളവ്. ബട്ട് നൈസ്, ബിക്കോസ് നമുക്ക് ആ പപ്പായൊക്കെ കഴിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറും പ്ലസ് അടയുണ്ട്. സംതിങ് ഡിഫറെൻ്റ് അല്ലേ ഈ ഒരു കോമ്പിനേഷൻ? ഉണ്ടാക്കാറുണ്ടോ മറ്റേ അവിടെ യൂണിറ്റിൽ ഉണ്ടാക്കാറുണ്ടോ? ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് പറഞ്ഞല്ലോ, പ്രൈസ്. മിൽക്ക് മേഡ് ടേസ്റ്റും കിട്ടി എനിക്കിപ്പോൾ. പിന്നെ മധുരം കൂടുതൽ വേണോന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാമിന് മധുരം ഇഷ്ടമാണെന്ന് അറിയാം. എനിക്ക് മധുരം ഇഷ്ടമാണ്. അതല്ല നോർമൽ ഒരു പഞ്ചസാര പായസം. നല്ല കനമുണ്ട്. റിയാന ഹംസ, എരിശ്ശേരി പായസം, അവിയൽ, കൂട്ടുകറി കഴിഞ്ഞു, എരിശ്ശേരി പായസം. ഇത് കണ്ടാലൊരു എരിശ്ശേരി ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. സോ ആ ഒരു ഫീൽ കിട്ടുന്നു. മത്തങ്ങ പയറൊക്കെ വരുന്നുണ്ട് അല്ലേ ഇതിനകത്ത്? എരിശ്ശേരി തീം. അടിപൊളി കേട്ടോ. നല്ല എരിശ്ശേരിയുടെ മധുരമാണെങ്കിലും എരിശ്ശേരി ഫ്ലേവർ കിട്ടി. സൂപ്പറാണ്. എക്സലന്റ്. നമ്മൾ രണ്ടാമത്തെ സ്പൂൺ എവിടെ എടുത്തിട്ടില്ലല്ലോ? ഇല്ല, ഇനി എടുക്കാം ഒന്നുകൂടി. ഓക്കെ, പിന്നെ വൺ മോർ. അതെ അതെ, അങ്ങനെ തുടങ്ങിയിട്ടില്ല. ചെറുതായിട്ടൊക്കെ തുടങ്ങി ഇപ്പൊ. വെറുതെ പറയുന്നല്ല, ഇറ്റ്സ് ഗുഡ്. പ്രൈസ് കിട്ടിയതാണ്. ആ, അത് മിക്കവാറും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പ്രൈസ്. ഇതേ പായസം വെച്ചിട്ട് ഇല്ലേ? അവിടെ പ്രൈസ് കിട്ടിയ ആളാണ്? ഇല്ല, ആയിട്ടില്ല, തുടങ്ങിയില്ല. ചേച്ചി മധുരം കൊണ്ട് ഹെവിയാ. മധുരം എത്ര കൂട്ടം പായസം നമ്മൾ കഴിക്കുന്നത്? അയ്യോ, സന്തോഷമാണ് കേട്ടോ, ഞങ്ങൾക്ക് സന്തോഷമാണ്, ഹാപ്പിനെസ് ആണ്. അങ്ങനെ പറയുന്നതേ ഉള്ളൂ. വി ആർ ഹാപ്പി വിത്ത് ഓൾ യുവർ പായസംസ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളെല്ലാവരും നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിസിപ്പേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, വിന്നിങ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഓക്കെ, അങ്ങനെ ആയിരിക്കണം. ദാറ്റ് ഷുഡ് ബി ദി ഒരു മൈൻഡ് സെറ്റ്. ഓക്കെ, ഒരു സമ്മാനം കിട്ടിയില്ലെങ്കിൽ വേറെ സ്ഥലത്ത് സമ്മാനം കിട്ടും, അങ്ങനെയാണല്ലോ. അത് രസമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ. എന്തായാലും വളരെ ഹാപ്പി, സന്തോഷം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ഈ വെറൈറ്റീസ്. എന്തൊക്കെയാണ് എല്ലാവരും ആലോചിക്കുമായിരിക്കും, ഈ കുട്ടികളൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എല്ലാവരും എന്തൊക്കെയാണ്, അവർക്ക് ഒരുപാട് കണ്ടുപഠിക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ അവർക്ക് അഡാപ്റ്റ് ചെയ്യാം. ഇതൊരു ജെന്യൂൻ അറ്റംപ്റ്റ് ആണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു ആൾക്കാരും പ്രേക്ഷകർ പോലും ഇതിനെന്തെങ്കിലും ഒരു പുതുമ കണ്ടെത്തും. സ്വീകരിച്ചിട്ട് ഈ ഓണത്തിന് തന്നെ ചിലപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പായസം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത് നല്ല ഒരു കാര്യമാണ്. അപ്പോൾ ഈ പായസ മത്സരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ കണ്ടസ്റ്റൻസിൻ്റെ പായസം എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ട്രൈ ഔട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു വിലയിരുത്തലുണ്ടാകും ആരാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഉണ്ടാക്കി. അത് ഉണ്ടാക്കുന്ന പ്രൊസീജിയർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാകും. അപ്പോൾ മത്സരം കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഞങ്ങൾ പറയില്ല. ദിസ് ഇസ് ഓൺലി ദ തേർഡ് ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് റൗണ്ടാണ്. ഇനി 2 ഗ്രൂപ്പും കൂടി പെർഫോം ചെയ്യാനുണ്ട്. യെസ്, നമ്മളും വെയിറ്റ് ചെയ്യണം, നിങ്ങളും വെയിറ്റ് ചെയ്യണം, നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അത് നാളെ തന്നെയാണ്. എല്ലാ ദിവസവും ഉണ്ട്. 7 മണി മുതൽ 8 മണി വരെയാണ് സമയം. ഏതാണ്ട് തിരുവോണം വരെയും നമ്മൾ ഈ പായസ മത്സരം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും നമ്മുടെ മത്സര വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ക്യാഷ് പ്രൈസ് സ്പോൺസർഡ് ബൈ പിട്ടാപ്പള്ളിൽ ഏജൻസീസ്. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കസബോകട, MG റോഡ്, ഓപ്പോസിറ്റ് SMB സ്കൂൾ, ട്രിവാൻഡ്രം. ഡോക്ടർ ലക്ഷ്മി നായർസ് ഓർണമെന്റ്സ് കർട്ടസി, ജുവൽ ഹട്ട്, GH റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഡോക്ടർ ലക്ഷ്മി നായർസ് കോസ്റ്റ്യൂം കർട്ടസി, കസബോകട, MG റോഡ്.
ഓപ്പോസിറ്റ് SMB സ്കൂൾ,